സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കേന്ദ്രം നൽകാത്തതിലുള്ള പ്രതിഷേധം ജന്തർ മന്ദിറിൽ നടക്കുകയാണ്. A minister who chooses a lucky number is heading an economy that needs all the luck it can get, sir. NDA കാലത്ത് GDP-യിലെ G ഗവൺമെന്റ് ഇടപെടലും ടാക്സ് ടെററിസവും, D ഡെമോഗ്രാഫിക് ബിട്രയലും, P പോവർട്ടി കണ്ടിന്യൂയിങ്ങുമാണ്. NDA apparently stands for no data available. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിൽ പാചകവാതക കണക്ഷൻ എടുത്ത 90 ലക്ഷം പേർ പിന്നീട് പാചകവാതകം നിറച്ചിട്ടില്ല എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. നമസ്കാരം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കെതിരായ സാമ്പത്തിക ഉപരോധ സമാനമായ നടപടി കേന്ദ്രം തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് നടക്കുന്ന വേളയിൽ തന്നെ പുറത്ത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നത്. 3 മുഖ്യമന്ത്രിമാർ അണിനിരന്നു, നിരവധി BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളെത്തി. ഇതൊക്കെ നടക്കുന്ന സമയത്ത് പാർലമെൻറ്റിൽ പല വിധത്തിലുള്ള ബഡ്ജറ്റ് സെഷനാണല്ലോ, ചർച്ചകൾ നടക്കുന്നുണ്ട്, പ്രസംഗം നടക്കുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കുന്നില്ല, ഈ സമരത്തിന് വിമുഖമായി നിൽക്കുകയാണ്. കേരളത്തിൻ്റെ വാദങ്ങൾ പൊള്ളയാണ്, കേന്ദ്രം ആ നിലയിലല്ല സമീപിക്കുന്നത് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം മറ്റ് കോൺഗ്രസ് സർക്കാരുകൾ, കർണാടക ഒക്കെ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു, അവർ സ്വയം സമരം ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് ബജറ്റ് സെഷനിൽ പങ്കെടുത്ത് ശശി തരൂർ പ്രസംഗിച്ചത്. ശശി തരൂരിൻ്റെ പ്രസംഗത്തിലെ കേന്ദ്രത്തിൻ്റെ BJP ഇതര സംസ്ഥാനങ്ങളോടുള്ള സമീപനം, ഒപ്പം തന്നെ ധനകമ്മീഷൻ്റെ സംസ്ഥാന സർക്കാരുകളോടുള്ള ഫെഡറലിസം തകർക്കുന്ന തലത്തിലുള്ള സമീപനം, ഇതിനൊക്കെ എതിരായ ശക്തമായ പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഒരർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ പുലിവാല് പിടിപ്പിക്കുന്ന ഒരു സമീപനമാണ് ശശി തരൂർ അവിടെ സ്വീകരിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബജറ്റ് സെഷനിൽ പങ്കെടുത്തുകൊണ്ട് ശശി തരൂർ നടത്തിയ പ്രസംഗത്തിൻ്റെ വിവർത്തനമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. വളരെ നിർണായകമായ സമയത്താണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. വൈകാതെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം കൊണ്ടാണ് 2014 അവർ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയത്. 10 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ കെടുകാര്യസ്ഥത മൂലം ജനജീവിതം കഠിനമായി, വരുമാനം കുറഞ്ഞു, തൊഴിലില്ലായ്മ കൂടി. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലൊടിച്ചത് ഡീമോണിറ്റൈസേഷനായിരുന്നു. പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. സ്വന്തം പണം ലഭിക്കാനായി വരി നിന്ന് ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ പോലും ഉണ്ടായി. അതേസമയം സർക്കാരിൻ്റെ പണക്കാരായ സുഹൃത്തുക്കൾ എളുപ്പത്തിൽ പണം മാറ്റിയെടുക്കുകയും ചെയ്തു. പെട്ടെന്ന് പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ വലിയ ദുരിതമായി. അന്ന് ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് കാൽനടയായി പോവേണ്ടി വന്നത്. 2020 ഏപ്രിൽ മെയ് കാലയളവിൽ ഇന്ത്യക്കാരുടെ വ്യക്തിപരമായ വരുമാനം 40% കുറഞ്ഞു. അവസാനത്തെ 10% വരുന്ന അതിദരിദ്രർക്ക് 3 മാസത്തെ വരുമാനമാണ് നഷ്ടമായത്. മോശം ആശയം മോശമായി ആവിഷ്കരിച്ചതാണ് ഡീമോണിറ്റൈസേഷൻ എങ്കിൽ നല്ലൊരാശയം വികലമായി ആവിഷ്കരിച്ചതായിരുന്നു GST. ഡീമോണിറ്റൈസേഷനും GSTയും കൂടി ചേർന്ന് ഇന്ത്യയിലെ ചെറിയ തൊഴിൽ ദാതാക്കളുടെ ചെറുകിട വ്യവസായ മേഖല ആകെ തകർത്ത് കളഞ്ഞു. തൊഴിലില്ലായ്മ 45 വർഷത്തെ ഉയർന്ന നിരക്കിലെത്തി. ടൂത്ത് പേസ്റ്റ് 5%, ചെരുപ്പ് 18%, ഷർട്ടും പാൻറ്റും 5%, അരിയും ഭക്ഷണ സാധനങ്ങളും 5% എന്നിങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വരെ GSTയുടെ വരവോടെ കൂടി. ഫലത്തിൽ സാധാരണക്കാരുടെ പണം സർക്കാരിൽ എത്തിക്കുകയാണ് GST ചെയ്തത്. ആരെയാണ് സർക്കാർ സേവിക്കുന്നത് എന്നതാണ് ചോദ്യം. പ്രധാനമായും 4 വിഭാഗങ്ങൾക്കാണ് പ്രാധാന്യം. ദരിദ്രർ, സ്ത്രീകൾ, യുവജനങ്ങൾ, കർഷകർ. ഇവരാണ് ആ 4 വിഭാഗങ്ങൾ. ഈ 4 വിഭാഗക്കാരുമാണ് ഏറ്റവും ബുദ്ധിമുട്ട് രാജ്യത്ത് അനുഭവിക്കുന്നത്. യുദ്ധം നടക്കുന്ന ഇസ്രായേലിൽ ഒരു ജോലിക്കായി നമ്മുടെ യുവജനങ്ങൾ വരി നിൽക്കുകയാണ്. ഇവിടെ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ ഇല്ല. 18-19% തൊഴിലില്ലായ്മ എന്നത് രാജ്യത്ത് സാധാരണയായി മാറി. 2017 തൊഴിലില്ലായ്മ 47 വർഷത്തെ ഉയർന്ന നിരക്കിലെത്തി. 22-23 20-25 പ്രായക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 45.4%. ഇപ്പോഴത്തെ തൊഴിലവസരങ്ങൾ 2012 ഉണ്ടായിരുന്ന തൊഴിലവസരങ്ങളെക്കാളും കുറവാണ്. കാർഷിക നിർമ്മാണ മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു. ജോലിക്കായി ജീവൻ പണയം വെക്കാനും യുവജനങ്ങൾ തയ്യാറാവുകയാണ്. സ്വയം തൊഴിൽ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നതിൽ വലിയൊരു വിഭാഗം പ്രതിഫലം ലഭിക്കാത്ത കുടുംബ തൊഴിലുകളാണ്. പ്രതിഫലം ലഭിക്കാത്ത തൊഴിലുകളുടെ എണ്ണം 2017 4 കോടിയായിരുന്നത് ഇപ്പോൾ 9.5 കോടിയായി. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പ്രതിഫലം ലഭിക്കാത്ത തൊഴിലാളികളെ ജോലിയുള്ളവരായി കൂട്ടിയിട്ടില്ല. ആകെ തൊഴിലവസരങ്ങളിൽ കാർഷിക മേഖലയുടെ പങ്ക് വർദ്ധിച്ചു. ഇതിനകം ജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ നിന്നല്ലാതെ ജോലി ലഭിക്കുന്നില്ല എന്നാണ് വസ്തുത. 2022 ആകുമ്പോഴേക്കും 40 കോടി പേരെ തൊഴിൽ മികവുള്ളവരാക്കാൻ ലക്ഷ്യമിടുന്നതായിരുന്നു സ്കിൽ ഇന്ത്യ. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയ്ക്ക് കീഴിൽ ആകെ പരിശീലനം ലഭിച്ചത് 1.3 കോടി പേർക്ക് മാത്രമാണ്, 40 കോടിക്കല്ല.
ഇതിൽ തന്നെ 24 ലക്ഷത്തിനു മാത്രമാണ് ജോലി ലഭിച്ചത്. 2012 2.3 പേർക്കാണ് സർക്കാർ പരിശീലന പരിപാടി വഴി ജോലി കിട്ടിയതെങ്കിൽ 2 പതിറ്റാണ്ടിന് ശേഷം അത് 2.4 മാത്രമേ ആയിട്ടുള്ളൂ. സ്റ്റാർട്ടപ്പിനെയാണ് ബദലായി കാണുന്നത്. 2022 മാത്രം 18,000 പേർക്കാണ് സ്റ്റാർട്ടപ്പുകളിൽ ജോലി നഷ്ടമായത്. എല്ലാ സ്റ്റാർട്ടപ്പുകളും ചേർന്നുള്ള മൂല്യം $1.1 ബില്യൺ. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 75% കുറവാണ്. ചെറുകിട വ്യവസായങ്ങളായിരുന്നു ഇന്ത്യയിലെ പ്രധാന തൊഴിൽദാതാക്കൾ. 2016 6.25 കോടി ചെറുകിട വ്യവസായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 3.25 കോടിയായി കുറഞ്ഞു എന്നാണ് സർക്കാരിൻ്റെ ഉദയം പോർട്ടൽ തന്നെ പറയുന്നത്. ഇതൊക്കെയാണ് കിസ്ക സാത്ത് കിസ്ക വികാസ് എന്ന് സർക്കാരിനോട് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വ്യക്തികളുടെ വരുമാനം 50% കൂടിയെന്നാണ് ധനമന്ത്രി പറയുന്നത്. വിശ്വാസയോഗ്യമായ കണക്കുകളുടെ പിൻബലമില്ലാതെ ഇത്തരം അവകാശവാദങ്ങൾ എങ്ങനെയാണ് നടത്തുക? പെർ കാപ്പിറ്റ GDP അനുസരിച്ചാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അത് ശരിയല്ല. അദാനിയും അംബാനിയും ചേരുമ്പോഴാണ് പെർ കാപ്പിറ്റ GDP കൂടുന്നത്. ഇത്തരം ധനികരെ ഒഴിവാക്കിയാൽ സാധാരണക്കാരുടെ പെർ കാപ്പിറ്റ GDP കുറയും. ഇടത്തരം ദരിദ്ര വിഭാഗക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വരുമാനം കുറഞ്ഞു വരികയാണ്. കോവിഡിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മോശം അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന് റോയിട്ടേഴ്സിൻ്റെ സർവേയിൽ പങ്കെടുത്ത 85% പേരും പറഞ്ഞു. അതിദരിദ്രരായ 20% വരുമാനം 2015 അപേക്ഷിച്ച് 52% കുറഞ്ഞത് എന്നാണ് കൺസ്യൂമർ ഇക്കണോമിക് സർവേ പറയുന്നത്. രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് 2009-2014 കാലത്ത് കാർഷിക മേഖലയിലെ കൂലി 8.6% വർദ്ധിച്ചിരുന്നു. ആദ്യ NDA കാലത്ത് കൂലി വർധന 3.3% കുറഞ്ഞു. രണ്ടാം NDA കാലത്ത് ഇത് നെഗറ്റീവായി മാറി. കാർഷികേതര രംഗത്തെ കൂലി വർധനവ് 1.4 കുറഞ്ഞു. 2016-22 കാലത്ത് പണക്കാരിലെ ആദ്യത്തെ 20% പേരുടെ വരുമാനം 40% കൂടി. എന്നാൽ താഴെയുള്ള 60% വരുമാനക്കാരുടെ വരുമാനം കുറയുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടി പേർ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായി എന്ന് ധനമന്ത്രി പറയുന്നു. അങ്ങനെയെങ്കിൽ 81 കോടി പേർക്ക് എന്തിനാണ് ഇപ്പോഴും സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്നത്? 2014 മുതൽ 2022 വരെ ഉപഭോക്തൃ ചിലവ് സർവേകളൊന്നും സർക്കാർ നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ ഈ കണക്കുകൾ വിശ്വസിക്കും? ഈ സർക്കാർ ദാരിദ്ര്യരേഖ കണക്കുകൂട്ടുന്ന രീതിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങളുണ്ട്. UPA കാലത്താണ് ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ ദാരിദ്ര്യനിരക്ക് കുറഞ്ഞത്. 27.1 കോടി പേരാണ് അന്ന് ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു കടന്നത്. ഏറ്റവും ദരിദ്രരായ 40%-നായിരുന്നു വരുമാനം വർദ്ധിച്ചത്. NDA ഭരിക്കുമ്പോൾ കോവിഡ് കാലത്ത് മാത്രം 23 കോടി പേരാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായി മാറിയത്. അന്ന് അന്താരാഷ്ട്ര തലത്തിൽ ദാരിദ്ര്യത്തിലേക്ക് പതിച്ചവരിൽ 80% ഇന്ത്യക്കാരായിരുന്നു. നാഷണൽ സർവേ ഓർഗനൈസേഷൻ ഉപഭോക്തൃ ചിലവ് സർവേകൾ ഒന്നും നടത്തിയിട്ടില്ല. UN കണക്കുകൾ പ്രകാരം പ്രതിദിനം $2 കുറവ് വരുമാനമുള്ളവരെയാണ് ദരിദ്രരായി കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഈ വരുമാനത്തെക്കാളും താഴെയാണ് ദാരിദ്ര്യരേഖ തീരുമാനിക്കുന്ന വരുമാനം. ഇത് പ്രതിമാസം നഗരത്തിൽ 1286 രൂപയും ഗ്രാമങ്ങളിൽ 1059 രൂപയുമാണ്. 25 കോടി പേരുടെ മാസവരുമാനം ഇത്രയെങ്കിലും ആക്കാൻ സർക്കാരിനായോ? അതിന് വ്യക്തമായ തെളിവുകളില്ല. സർക്കാർ ഒരു സർവേയും സെൻസസും നടത്തുന്നില്ല. നീതി ആയോഗ് സൃഷ്ടിച്ച ദാരിദ്ര്യ ഇൻഡെക്സ് ആണുള്ളത്. ഇവർ നിർമ്മിച്ച ഈ രേഖയെ പഴയ കാലത്തെ എന്തെങ്കിലും രേഖയുമായി താരതമ്യപ്പെടുത്താനാവില്ല. നോ ഡാറ്റ് അവൈലബിൾ എന്നതിൻ്റെ ചുരുക്കെഴുത്തായി NDA മാറി. NDA apparently stands for no data available. കണക്കുകളുടെ കാര്യത്തിൽ വിശ്വാസയോഗ്യമല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറി. കോവിഡിൻ്റെ മരണക്കണക്കുകൾ മുതൽ സാമ്പത്തിക സ്ഥിതിയുടെ കണക്കുകൾ പോലും വിശ്വാസയോഗ്യമല്ലാതായി. ഇത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൂടിയാണ് വെളിവാക്കുന്നത്. ചെറുകിട രംഗത്തെ പണപ്പെരുപ്പം 15 മാസത്തെ ഉയർന്ന നിരക്കായ 7.4%-ആയി 2023 ജൂലൈയിൽ മാറി. 2023 ഡിസംബറിൽ മൊത്ത വ്യാപാര രംഗത്തെ വിലയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 19.6% വർധനവുണ്ടായി. അരിവില 10.5%, പാൽ 7%, പച്ചക്കറി 26.3% വർദ്ധിച്ചു. സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ ഇൻ ദ വേൾഡ് കണക്ക് പ്രകാരം 74.1% ഇന്ത്യക്കാർക്കും പോഷകാഹാരം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര ദാരിദ്ര്യ സൂചികയിൽ 125 രാജ്യങ്ങളിൽ ഇന്ത്യ 111-ാം സ്ഥാനത്താണ്. 16 ലക്ഷം ഇന്ത്യക്കാരാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചത് എന്ന് വിദേശകാര്യമന്ത്രി നൽകിയ കണക്കുകൾ പറയുന്നു. ഈ സർക്കാരിൻ്റെ നികുതി പിഴിയൽ മൂലം 7500 പണക്കാർ 2022-ലും 6500 പണക്കാർ കഴിഞ്ഞ വർഷവും ഇന്ത്യ വിട്ടു. ഇവർ നിക്ഷേപം വിദേശങ്ങളിലേക്ക് മാറ്റുകയാണ്. ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നിടത്താണ് സർക്കാരിന് പിഴക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എയിംസിൻ്റെ ഉദാഹരണമെടുത്താൽ ചിലയിടത്ത് സ്ഥലമുണ്ട്, മറ്റൊന്നുമില്ല. മറ്റിടങ്ങളിൽ തിരിച്ചുമാണ്. മധുരയിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട ശേഷം അനുമതി ലഭിക്കാനായി 5 വർഷം വേണ്ടി വന്നു. എൻ്റെ സ്വന്തം സംസ്ഥാനമായ കേരളം ഇന്നും എയിംസിനായി കാത്തിരിക്കുകയാണ്.
പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിൽ പാചകവാതക കണക്ഷൻ എടുത്ത 90 ലക്ഷം പേർ പിന്നീട് പാചകവാതകം നിറച്ചിട്ടില്ല എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. PM ഉജ്ജ്വല യോജനയിലെ 9.58 കോടി പേരിൽ 1.8 കോടി പേർ സിലിണ്ടർ പിന്നീട് നിറച്ചിട്ടേയില്ല. 1.51 കോടി പേർ ഒരു തവണ മാത്രമാണ് പാചകവാതകം നിറച്ചത്. ഇത് സർക്കാരിൻ്റെ ഹെഡ്ലൈൻ മാനേജ്മെൻറ്റും ബോട്ടം ലൈൻ മിസ് മാനേജ്മെൻറ്റുമാണ് കാണിക്കുന്നത്. 51 കോടി ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിച്ചു. 2023 ഡിസംബറിലെ കണക്കുകൾ പ്രകാരം ഇതിൽ 20% അക്കൗണ്ടുകളും നിർജ്ജീവമാണ്. ഇതിൽ പകുതിയും സ്ത്രീകളുടെ അക്കൗണ്ടുകളാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 43,000 കോടി ശരിയായല്ല വിനിയോഗിച്ചത് എന്ന് CAG തന്നെ കണ്ടെത്തി. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കുറവായിട്ട് കൂടി ആ തൊഴിലിനായുള്ള ആവശ്യക്കാരുടെ എണ്ണം കൂടുതലാണ്. എന്നാൽ സർക്കാരിൻ്റെ വിഹിതം 33% കുറച്ചു. സമ്പദ്ഘടന ശക്തമാണെങ്കിൽ എന്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതവും കൂലിയും വർദ്ധിപ്പിക്കുന്നില്ല? എൻ്റെ മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾ വലിയൊരു ശതമാനവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. പ്രധാനമന്ത്രി ഫിഷറീസ് വകുപ്പ് നിർമ്മിക്കുമെന്ന് പലപ്പോഴും പറഞ്ഞു. എന്നാൽ പ്രഖ്യാപനം മാത്രമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് കാലത്തും ഫിഷറീസ് വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് മാത്രം. പ്രഖ്യാപനങ്ങളല്ല, സ്ത്രീകൾക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്ന നയങ്ങളാണ് വനിതാ വികസനത്തിന് വേണ്ടത്. GDP വളർച്ച ശരാശരിയാണെങ്കിലും ധനകാര്യമന്ത്രി ഇന്ത്യ സാമ്പത്തികമായി പുരോഗമിക്കുകയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. കോവിഡിന് ശേഷമുള്ള നമ്മളുടെ വളർച്ച ബംഗ്ലാദേശിനേക്കാളും വിയറ്റ്നാമിനേക്കാളും താഴെയാണ് എന്നതാണ് സത്യം. സർക്കാരിൻ്റെ കടം കഴിഞ്ഞ 10 വർഷത്തിനിടെ കുത്തനെ കൂടി. തൊഴിലില്ലായ്മയിലേക്കും അവശ്യ സാധന വിലവർധനയിലേക്കുമാണ് ഇത് നയിക്കുന്നത്. UPIയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിദേശ നിക്ഷേപം NDA കാലത്ത് ഇരട്ടിയായെന്നാണ് നിർമ്മല സീതാരാമൻ അവകാശപ്പെടുന്നത്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. വിദേശ നിക്ഷേപവും GDPയുമായുള്ള അനുപാതം 2007-8 കാലത്ത് 3.6%. ആ നിരക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വിദേശ നിക്ഷേപവും GDPയുമായുള്ള അനുപാതം ഇന്ന് 1% മാത്രമാണ്. 2022-23 കാലത്ത് RBI കണക്ക് പ്രകാരം വിദേശ നിക്ഷേപം $42 ബില്യൺ. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കേന്ദ്രം നൽകാത്തതിലുള്ള പ്രതിഷേധം ജന്തർ മന്ദിറിൽ നടക്കുകയാണ്. 2023 അനുവദിച്ച 3,67,000 കോടി രൂപയിൽ 6,000 കോടി രൂപയുടെ കുറവ് കാണുന്നുണ്ട്. പുതിയ ബജറ്റിൽ ഇത് 3,59,000 കോടിയായി കുറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനങ്ങൾക്ക് 30-33% മാത്രമാണ് നികുതി വിഹിതം ലഭിക്കുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ 41%, 14ാം ധനകാര്യ കമ്മീഷൻ 42% നൽകാനാണ് നിർദ്ദേശിച്ചിരുന്നത്. കേന്ദ്രം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കാത്ത സെസ് സർചാർജും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. UPA കാലത്ത് നികുതി വരുമാനത്തിൻ്റെ 8.16% ഇപ്പോൾ 28% കുതിച്ചു. 11,11,111 രൂപയാണ് മൂലധന ചെലവായി ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത്. രാജ്യത്തിൻ്റെ തലവര തെളിയാൻ മന്ത്രി ഇഷ്ടപ്പെട്ട ഒരു ഭാഗ്യ നമ്പർ തിരഞ്ഞെടുത്തതുപോലെയാണ് തോന്നുന്നത്. NDA കാലത്ത് GDPയിലെ G ഗവൺമെൻറ് ഇടപെടലും ടാക്സ് ടെററിസവും, D ഡെമോഗ്രാഫിക് ബിട്രയലും, P പോവർട്ടി കണ്ടിന്യൂയിങ്ങുമാണ്. പാർലമെൻറ്റിലെ സുരക്ഷാ വീഴ്ച തുറന്ന് സമ്മതിക്കാതെ 146 MPമാരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഈ സർക്കാർ ചെയ്തത്. ചർച്ച കൂടാതെ നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുകയാണ്. മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും നേതാക്കൾ തയ്യാറാവുന്നില്ല. കോർപ്പറേറ്റീവ് ഫെഡറലിസമാണ് കേന്ദ്രം നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങൾ കോർപ്പറേറ്റ് ചെയ്യണം, കേന്ദ്രം ഓപ്പറേറ്റ് ചെയ്യും. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പറയാതെ അവയ്ക്കുമേൽ പുകമറ സൃഷ്ടിക്കാനാണ് ഇടക്കാല ബജറ്റ് വഴി ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഒന്നും പ്രവർത്തിക്കാതെ പ്രസംഗിക്കുക മാത്രം ചെയ്യുന്നവർക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരമാണ് വരുന്ന തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. Which is all talk and no action. Thank you, Mr. Chairman. Thank you.